സ്വാഗത പ്രസംഗത്തിൽ കാര്യങ്ങൾ വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട്. വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ ശ്രമകരമായിട്ടാണ് ഇത്തവണത്തെ ഓണാഘോഷ അത്താഘോഷ പരിപാടികൾ നടത്താൻ തൃപ്പൂണിത്തുറ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. നമ്മളിവിടെ അത്താഘോഷ പരിപാടി ഒരു ജനകീയ സഭയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതല്ല. രാജഭരണത്തിന്റെ കാലഘട്ടത്തിൽ രാജാവ് പ്രജകളെ കാണുന്നതിന് വേണ്ടി പൂർണ്ണത്രൈശ ക്ഷേത്രത്തിൽ നിന്നും അതുപോലെ തന്നെ കൊട്ടാരത്തിൽ നിന്നും എല്ലാം പങ്കെടുപ്പിക്കാൻ കഴിയുന്ന പൗരപ്രമുഖരെയും ദേശവാസികളെയും അണിനിരത്തിക്കൊണ്ട് തൃപ്പൂണിത്തുറയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന വർഷത്തിലൊരിക്കൽ നടത്തിക്കൊണ്ടിരുന്ന ചമയ ഘോഷയാത്രയുടെ അത് അത്തം ദിവസത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ സ്മരണ പുതുക്കുന്നതിനാണ് അത്തച്ചമയ ഘോഷയാത്ര നാം നടത്തുന്നത്. ഒരു ഘട്ടത്തിൽ രാജഭരണം അവസാനിച്ചതിന് ശേഷമുള്ള ഘട്ടത്തിൽ അത് തൃപ്പൂണിത്തുറയിലെ ജനങ്ങളാകെ ചേർന്നുകൊണ്ടുള്ള ജനകീയ സഭയുടെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറേ കാലം നടത്തുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് തൃപ്പൂണിത്തുറ നഗരസഭ തന്നെ നേതൃത്വം നൽകിക്കൊണ്ട് ഈ അത്താഘോഷ പരിപാടികൾ നടത്തണമെന്ന് തീരുമാനിക്കുകയും ഏറ്റെടുത്ത് നടത്തുകയുമാണ് ചെയ്തത്. ഇക്കാലം അത്രയും നടത്തിയ അത്തച്ചമയ ഘോഷയാത്രയും അനുബന്ധ പരിപാടികളും ഒന്നിനൊന്നും മെച്ചപ്പെട്ടതും ശ്രദ്ധേയവുമായ നിലയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തച്ചമയത്തിൻ്റെ കാര്യത്തിൽ തൃശ്ശൂർ പൂരം പോലെ എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന് നിന്നുകൊണ്ടാണ് അതിൽ കക്ഷി രാഷ്ട്രീയമോ ഭരണകക്ഷി എന്ന അഭിപ്രായമോ പ്രതിപക്ഷം എന്ന നിലപാടോ സ്വീകരിക്കാതെ ഉള്ള ചരിത്രമാണ് തൃപ്പൂണിത്തുറയ്ക്ക് ഉണ്ടായിരുന്നത്. ആ ചരിത്രം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാനാണ് ഈ തവണത്തെ കൗൺസിലും ഇത്തവണത്തെ തീരുമാനങ്ങളിലും നാം മുൻതൂക്കം നൽകി. ചില സ്ഖലിതങ്ങൾ ഈ സന്ദർഭത്തിൽ ഉണ്ടായി. പക്ഷെ അത് തൃപ്പൂണിത്തുറ നിവാസികൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾ ഈ അത്തച്ചമയ ഘോഷയാത്രയുടെ പരിപാടിയുമായി ഈ നാട്ടിലെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെയും മറ്റ് സഹോദരങ്ങളെയും സമീപിച്ചപ്പോൾ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഈ അത്താഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഉണ്ടായി എന്നുള്ള വിവരം സന്തോഷപൂർവ്വം ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ അത്താഘോഷത്തിൻ്റെ പരിപാടികൾ വെട്ടിച്ചുരുക്കി നടത്തുന്ന ഈ പരിപാടി പോലും അതിൻ്റെ അവസാനത്തിൽ മിച്ചം വരുന്ന തുക മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ഹതഭാഗ്യരായിട്ടുള്ള മനുഷ്യരുടെ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി സംഭാവന ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ മുനിസിപ്പൽ കൗൺസിലർമാർ ആരും നിർബന്ധിച്ചിട്ടല്ല, എല്ലാ കൗൺസിലർമാരും അതിൽ UDF-ന്റെയും LDF-ന്റെയും കൗൺസിലർമാർ 5000 രൂപ ഞങ്ങൾക്ക് ആകെ കിട്ടുന്ന സാധാരണ കൗൺസിലർമാർക്ക് കിട്ടുന്ന 8500 രൂപയാണ് മാസം. പെട്രോള് അടിക്കാൻ തികയില്ല. ഇങ്ങോട്ട് നോക്കട്ടെ വന്നിട്ട് മഹാബലിന്റെ കണ്ട കേക്ക് വെക്കുന്നത് വേട്ടക്കാരൻ ഉദ്ഘാടന പ്രസംഗത്തിനായി നഗരസഭാ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട രമ സന്തോഷം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. 2024 അധ്യാപക ദിനമായ ഇന്ന് ഒരു കോയിൻസിഡൻസിനെ കണക്കാക്കാൻ ഈ വേദി വിനിയോഗിക്കുകയാണ്. അപ്പോൾ ടീച്ചറെ കണ്ടപ്പോൾ, എന്നെ കണ്ടപ്പോൾ ടീച്ചർക്കുണ്ടായ ആ ഒരു
ആ ഒരു നിമിഷം വളരെ എന്താ പറയുക വിലപ്പെട്ട ഒരു നിമിഷമായി ഞാൻ കാണുന്നു ടീച്ചറെ. വിനീതമായ നമസ്കാരം. അപ്പോൾ അതുപോലെ തന്നെ ഇന്നിവിടെ രാജകുടുംബാംഗത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള പാലസ് അഡ്മിനിസ്ട്രേഷൻ്റെ അംഗങ്ങൾ കൂടിയായിട്ടുള്ള ശ്രീമതി സുഗത തമ്പുരാൻ, അതുപോലെ തന്നെ ശ്രീമതി നിർമ്മല തമ്പുരാൻ, രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട്. നഗരസഭയുടെ സെക്രട്ടറി ശ്രീ PK സുഭാഷ്, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നഗരസഭയുടെ ജീവനക്കാർ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ നല്ലവരായ പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദര CDSൻ്റെ അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഹരിതകർമ്മ സേനാംഗങ്ങളുടെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വളരെ ഒരു വൈകിയ വേളയിൽ ഞാൻ കൂടുതലൊന്നും സംസാരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വയനാട് ദുരന്തത്തിൻ്റെ ആ ഒരു ഓർമ്മ നമ്മുടെ മുന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ട എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽ നിന്ന് മോചിതരാകുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു 2024 അത്താഘോഷവും ഓണാഘോഷവും കടന്നു വരുന്നത്. നമുക്കെല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വയനാട് ജനതയെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഈ അത്താഘോഷ പരിപാടി നടത്തേണ്ടതിന് കത്തനാരും ഒക്കെ പങ്കെടുക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഈ അത്താഘോഷ ചടങ്ങ് നമ്മൾ കൊണ്ടാടുകയാണ്. എന്നും നമ്മളിൽ നിറഞ്ഞു നിൽക്കേണ്ട സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദതയുടെയും സാഹോദര്യം ക്ഷണിക്കും. വലിയ തമ്പുരാനുള്ള കാലത്ത് അത് ഒന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. പിന്നെ അവസാനം പരീക്ഷിച്ചവരാൻ്റെ അക്കച്ചമയോ ഞാൻ കണ്ടെത്തുന്നത്. അപ്പോൾ ആ സ്മരണ ഓർത്താണ് ഞാൻ അതാണ് കൈമാറുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഒരു സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ വിചാരിക്കാത്ത കാര്യമാണ് അത് നടക്കണം. പിന്നെ എന്നെ ക്ഷണിച്ച ഭാരവാഹികളെ കൂടെ നന്ദി പറയുന്നു. പിന്നെ പൂർണ്ണത്രയും അടുത്തതായി ഘോഷയാത്ര നാളെ പതാക ഉയർത്തുന്നതുകൂടി ചിങ്ങമാസത്തിലെ തിരുവോണം കൊണ്ടാടുകയും മലയാളികളെ എക്കാലത്തും നെഞ്ചോട് നിർത്തി പിടിച്ച ആ ചിങ്ങമാസപ്പുലിന് നാളെ തുടക്കം കുറിക്കുക. ഇവിടെ അനൗൺസ് ചെയ്യുന്നതുപോലെ ഈ ഘോഷയാത്രയിൽ എല്ലാവരും അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കണം. ആദ്യം അനൗൺസ്മെന്റ് വണ്ടി, അത് കഴിഞ്ഞ് പഞ്ചവാദ്യം, അത് കഴിഞ്ഞ് ആനയും മാവേലിയും, അത് കഴിഞ്ഞ് ബാനർ, അട്ടപ്പതാക, അവസാനം കൊടിമരം വേണ്ടിയ വണ്ടി ഏറ്റവും അവസാനം വരണം. ഏറ്റവും മുന്നിലായി അനൗൺസ്മെന്റ് വാഹനം, അതിന് പിന്നിലായി പഞ്ചവാദ്യം അവിടെ നിൽക്കണം. അനൗൺസ്മെന്റ് വാഹനം കടത്തിവിടണം. കൗൺസിലർമാർ ശ്രദ്ധിക്കുക, അനൗൺസ്മെന്റ് വാഹനം കടത്തിവിടും. പ്രിയമുള്ളവരെ
ആദ്യമായി അനൗൺസ്മെന്റ് വാഹനം, രണ്ടാമതായി പഞ്ചവാദ്യം, മൂന്നാമത് ആലാമാവേലി, നാലാമത് വാഹനം, അഞ്ചാമതായി അത്തപ്പതാക ഘോഷന്മാർ, ആറാമത് തെയ്യം, ഏഴാമത് ശൃംഗാരമേളം, എട്ടാമത് ശൃംഗാരപുരി, പത്താമത് ഇങ്ങനെ അണിയിക്കുന്നതാണ്. ചരിത്രനഗരം സാക്ഷ്യം കുറിക്കുകയാണ്. നാളെ തൃപ്പൂണിത്തുറയിൽ കൊണ്ടാടുകയാണ് അത്തം 2024. ഇന്ന് അത്തം നഗരം ഉയർത്തുവാനുള്ള പതാക കൊച്ചി മഹാരാജാവിന്റെ ആസ്ഥാനമായ ദേശീയമണ്ഡലത്തിൽ നിന്നും കൊച്ചി രാജകുടുംബത്തിൽപ്പെട്ട രാജപ്രഭുവിൽ നിന്ന് ബഹുമാനപ്പെട്ട തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി രമാ സന്ദേശറുകൾ പതാക ഉയർത്തുവാങ്ങി വൈസ് ചെയർമാൻ ശ്രീ കുമാർ മലയാള നാടിന്റെ മണ്ണിന്റെ മനസ്സിനും കൊച്ചി രാജകുടുംബത്തിന്റെ രാജ്യപ്രതിനിധികളെന്ന Thank you.
श्री के प्रदीप कुमार 17 सत्तमती जनरल कन्वीनर से के ഷാജി കൗൺസിലർമാർ കുടുംബശ്രീ വനിതകൾ ജനധർമ്മ സേനകൾ വലിക്കളിയും മാവേലി മന്നനും വ്യക്തിത്വം കെട്ടിയ ഗജവീരത മണികളുള്ളവന്റെ ഇന്നും ചിഹ്നമാശ സ്പീക്കർ ശ്രീ എൻ സംസീർ നാളെ അർത്ഥം ചെയ്യുന്ന അത്തപ്പരാടത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അത്തപ്പരാട ഉയർത്തുമ്പോൾ ദേശയാത്ര ബഹുമാനപ്പെട്ട എറണാകുളം ശ്രീ ഹരിജീവൻ ദേശയാത്ര ചെയ്യുമ്പോൾ
അപ്പോൾ കോടതി ചേർന്നു. എന്നാൽ തൃപ്പൂർ നഗരസഭ കൗൺസിൽ തുടർന്ന് നടത്തണം എന്നുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അത് കേരളത്തിലെ സർക്കാരും അംഗീകരിക്കുകയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ തിരുവനന്തപുരത്തെ പരിപാടി ഒഴിച്ച് പ്രാദേശികമായി നടക്കുന്ന എല്ലാ പരിപാടികളും ഓണാഘോഷ പരിപാടികളും നടത്തണമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഓണാഘോഷ അത്താഘോഷ പരിപാടികൾക്ക് നാം പുനരാരംഭിച്ചു. ഇതിനോടകം തുടർന്നുള്ള ദിവസങ്ങളിലും അതുണ്ടാകണമെന്ന് ആലോചിക്കുകയും ഈ അത്താഘോഷം നമ്മുടേതാണ് എന്ന ബോധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നാളെ രാവിലെ 9 മണിക്ക് തന്നെ കുറച്ചുകൂടി അടുപ്പിക്കാൻ പോലെ വണ്ടി ചോദിച്ചേട്ടാ വണ്ടി ഇത്തിരി കൂടെ അടുപ്പിക്കാൻ പോലെ കറക്റ്റുള്ള കട്ട